കടങ്ങൾ വീടാൻ, ആഗ്രഹങ്ങൾ സഫലമാകാൻ, സ്വർഗപ്രവേശം സാധ്യമാകാൻ തുടങ്ങി പല കാര്യങ്ങൾക്കും ദിക്റുകൾ നിർദ്ദേശിക്കുന്ന ധാരാളം ആളുകളെ സോഷ്യൽ മീഡിയകളിൽ നമുക്ക് കാണാനാകും. എന്നാൽ എന്താണ് വസ്തുത? പ്രവാചകൻ നിർദ്ദേശിച്ച ദിക്റുകൾ എല്ലാം തന്നെ വെടിയുണ്ടകൾ പോലെയാണ്. നല്ലതും ഗുണനിലവാരമുള്ളതുമായ വെടിയുണ്ടകൾ വേണ്ട വിധം പ്രയോഗിച്ചാൽ അവ ലക്ഷ്യത്തിലെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അവയുടെ ഗുണം അവ ഉപയോഗിക്കപ്പെടുന്ന തോക്കുകളെ ആശ്രയിച്ചാണിരിക്കുന്നത്. തോക്കുകൾ മോശമായാൽ വെടിയുണ്ടകൾ ഫലശൂന്യമാകും. തോക്കുകൾ നല്ലവയായാൽ വെടിയുണ്ടകൾ അവ ഉപയോഗിക്കുന്നവരുടെ ലക്ഷ്യം സാക്ഷാത്കരിച്ചു കൊടുക്കും. ഇതുപോലെയാണ് ദിക്റുകൾ. അവ ഉരുവിടുന്ന നാവിൻ്റെയും അതിനു പ്രേരിപ്പിക്കുന്ന മനസ്സിൻ്റെയും പരിശുദ്ധിയാണ് അവയുടെ ഫലം നിർണ്ണയിക്കുന്നത്. മലിനമായ മനസ്സും നാവും ഉപയോഗിച്ചാൽ ദിക്റുകൾക്ക് അവയുടെ ഫലം നൽകാൻ സാധ്യമല്ല. സ്വഹാബാക്കൾ ഫാത്തിഹ ഓതി മന്ത്രിച്ച് പാമ്പിൻ്റെ വിഷം ഇറക്കിയതായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത് ഉദ്ധരിച്ച് പൊതുജനങ്ങളോട് പാമ്പ് കടിച്ചാൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഫലം? രോഗി മരിക്കും, അത്ര തന്നെ. ഇവിടെ ഫാത്തിഹയ്ക്ക് വിഷമിറക്കാനുള്ള കഴിവ് ഇല്ലാത്തത് അല്ല കാരണം, അത് ഉരുവിടുന്ന നാവിന് അത് പുറത്തെടുക്കാനുള്ള കഴിവ് ഇല്ല എന്നതാണ്. ഇത് തന്നെയാണ് എല്ലാ ദിക്റുകളുടെയും അവസ്ഥ. ആകയാൽ ദിക്റുകളുടെ മഹത്വം പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ വസ്തുത കൂടി നാം പൊതുസമൂഹത്തെ ഓർമ്മപ്പെടുത്തണം. അല്ലാത്ത പക്ഷം ഫലപ്രാപ്തിയുടെ അഭാവത്തിൽ പ്രവാചകന്റെ അധ്യാപനങ്ങളെ ജനങ്ങൾ തെറ്റിദ്ധരിക്കും.